അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനുമായിട്ട് CPIയുടെ മന്ത്രിയായിരുന്ന ബിനോയ് വിശ്വത്തിനുണ്ട് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു സ്ട്രെയിൻഡ് ആണെന്ന് വെച്ചാൽ അല്ല, കോഡിയൽ റിലേഷൻഷിപ്പ്. കോഡിയൽ എന്താ ഒരു പാർട്ടി കൊളീഗ് അല്ലെങ്കിൽ LDF കൊളീഗ് എന്ന നിലയ്ക്ക് VS താങ്കളെ പരിഗണിച്ചിരുന്നില്ല എന്ന് പൊതുവെ കരുതപ്പെടുന്നുണ്ട്. എനിക്കറിയില്ല, എൻ്റെ പാർട്ടി അങ്ങനെ ഇല്ലെന്നാ. ഞാനൊരു നല്ല വനമന്ത്രിയായിരുന്നു. ഐ വാസ് എ ട്രൂ എൻവയോൺമെൻ്റലിസ്റ്റ്. ഐ സ്റ്റുഡ് ഫോർ ദി എൻവയോൺമെൻറ്റ്. അപ്പോൾ അതിനോടൊക്കെ VS യോജിപ്പല്ലേ ഉള്ളത് അല്ലേ? VS താങ്കളെ കുറിച്ച് അത്ര എഫിഷ്യൻ്റായ ഒരാളാണ് എന്ന മട്ടിലല്ല സംസാരിച്ചിരിക്കുന്നത്. ആരോട്? പൊതുവിൽ പബ്ലിക്കലി പറഞ്ഞിട്ടില്ല. VS കേരളത്തിലെ വനങ്ങളെ ഏറ്റവും നല്ലവണ്ണം രക്ഷിക്കപ്പെട്ട കാലം അതായിരുന്നു. ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. വനവിസ്തൃതി കൂടിയ കാലം അതായിരുന്നു. വനം മാഫിയയെ പിടിച്ചു കെട്ടിയ കാലം അതായിരുന്നു. ചന്ദനക്കൊള്ളയ്ക്ക് അന്ത്യം കുറിച്ച കാലം അതായിരുന്നു. വൈൽഡ് ലൈഫ് പോസ്റ്റിംഗ് ഏറ്റവും കുറഞ്ഞ കാലം അതായിരുന്നു. എണ്ണി ഞാൻ പറയാം. VS മന്ത്രിമാരുടെ വകുപ്പുകളിൽ കൈകടത്താറുണ്ടായിരുന്നു. അല്ലേ? വനം വകുപ്പ് കൈകടത്തിട്ടില്ല. തീരുമാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മുഖ്യമന്ത്രിയായിരുന്നു. VS അങ്ങനെ നോക്കിയാൽ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യാമായിരുന്നു. കുറച്ചുകൂടെ എല്ലാ തരത്തിലും ഞങ്ങളെല്ലാവരും നല്ലവണ്ണം ഞങ്ങളുടെ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. ആൻഡ് വി ഡിഡ് വെരി വെൽ. അതിലൊന്നും VS കൈകടത്തിട്ടില്ല. എനിക്കറിയാൻ പാടില്ല, ഞാൻ ക്യാബിനറ്റില്ലല്ലോ. ഇല്ല, ഉണ്ടാകാൻ വഴിയില്ല. പക്ഷേ ഈ വകുപ്പുകളുടെ കാര്യത്തിൽ ഇപ്പൊ ഇലക്ഷൻ തൊട്ടുമ്പോ തന്നെ സപ്ലൈകോ വിവാദം ഒരു വലിയ സംഭവമാണ്. എസെൻഷ്യൽ കമ്മോഡിറ്റീസിന്റെ വലിയ ഷോർട്ടേജും ഗവൺമെന്റിന് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. പക്ഷെ അതിന് CPIയുടെ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ധനവകുപ്പിൽ നിന്നുള്ള പിന്തുണ കുറവുള്ളത് കൊണ്ടാണ് ഇത് തെറ്റായിരുന്നത് പറഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ധനത്തിൻ്റെ കുറവുണ്ട്, ധനവകുപ്പിൽ നിന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പ്രശ്നം ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമാണത്. ഞങ്ങൾക്ക് അടുത്ത ധനക്കമ്മിയുണ്ട്, ധനപ്രതിസന്ധിയുണ്ട്. അത് LDFിലുള്ള എല്ലാ വകുപ്പുകൾക്കും ഉണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രശ്നം അതാണ്. കേരള ഗവൺമെൻറ്റിന് കിട്ടേണ്ട സാമ്പത്തിക വിഹിതം കിട്ടുന്നില്ല. അതിൻ്റെ കാര്യം രാഷ്ട്രീയ വൈരാഗ്യമുള്ളൊരു കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിന് സാമ്പത്തികമായിട്ട് ശ്വാസം മുട്ടിക്കുകയാണ്. വി ആർ അണ്ടർ ആൻ എംബാർഗോ, സാമ്പത്തിക എംബാർഗോ നേരിടുകയാണ്. എംബാർഗോ നേരിടുകയാണ്. അതിൻ്റെ പ്രശ്നം എല്ലാ വകുപ്പുകൾക്കും ഉണ്ട്. അതിൻ്റെ ഫലമായിട്ട് സപ്ലൈകോയെ പോലും മെയിനായൊരു വകുപ്പിന് കിട്ടേണ്ടവർ കിട്ടിയിട്ടില്ല. കിട്ടിയേ തീരും. ഒന്നുകൂടി ഞാൻ പറഞ്ഞേക്കാം, വിഭവങ്ങൾ കുറവാണ്. അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് കുറവായിരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഉള്ള വിഭവങ്ങൾ പങ്കുവെക്കേണ്ടതിൽ ഒരു പ്രയോറിറ്റി വേണം. അതാണ് ലെഫ്റ്റ് എന്ന് പറയുന്നതിൻ്റെ അപ്രോച്ച്. അങ്ങനെ ആയിരിക്കണം. വിഭവങ്ങൾ കുറവായിരിക്കുമ്പം ലഭ്യമായ വിഭവങ്ങളുടെ പങ്കുവയ്പ്പിൽ പാലിക്കേണ്ട ഒരു മുൻഗണനാക്രമം ഉണ്ടാകണം. ആ മുൻഗണനാക്രമത്തിൽ ലെഫ്റ്റിൻ്റെ ഗവൺമെൻറ്റിന് മുൻഗണന കൊടുക്കേണ്ടത് ഏറ്റവും പാവങ്ങൾക്കായിരിക്കണം. ഇത് പാവങ്ങളുടെ ഗവൺമെൻറ്റാണ്. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ പരിഗണനാ വിഷയം ക്ഷേമ പെൻഷനുകളാണ്. അതുപോലെ തന്നെയുള്ള ആദ്യത്തെ പരിഗണന വേണ്ട ഒന്നാണ് ഈ പറയുന്ന സപ്ലൈകോയും മാവേലി സ്റ്റോറുകളും. അത് വിഷയം ഭക്ഷ്യസുരക്ഷയാണ്. താങ്ങാവുന്ന വിലയ്ക്ക് പാവങ്ങൾക്ക് വസ്തുക്കൾ മേടിക്കാൻ കിട്ടണം. അവിടെ അവിടെ ലഭ്യമാക്കണം. അതിന് ഗവൺമെൻറ് ബോധപൂർവ്വം പണം കൊടുത്താലേ അത് പറ്റുള്ളൂ. അതാണ് എന്തിനാ മാവേലി സ്റ്റോർ ഉണ്ടാക്കിയത്? ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ്, ഒരു CPI മന്ത്രിയാണ്, ചന്ദ്രശേഖരൻ നായർ. ആൻഡ് വി ആർ പ്രൗഡ് ഓഫ് ഹിം. എന്താണെന്നുണ്ടായത്? മാർക്കറ്റിൽ ഇൻ്റർവ്യൂൻ ചെയ്യാനുള്ള പണം ഗവൺമെൻറ് കൊടുത്തു. അങ്ങനെയാണ് ആ വാക്ക് കേരളം കേട്ടത്. മാർക്കറ്റ് ഇൻ്റർവെൻഷൻ. പൊതുക്കമ്പോളത്തിൽ ഇടപെടൽ നടത്തി. എന്നിട്ട് അവിടുത്തെ വിലകളുടെ കുതിച്ചുകയറ്റത്തിൻ്റെ പ്രവണതയെ തടഞ്ഞു നിർത്തി. അതിനുവേണ്ടിയാണ് അതുണ്ടായത്. അത് നടക്കണമെന്നുണ്ടെങ്കിൽ സർക്കാർ ബോധപൂർവ്വം അറിഞ്ഞുകൊണ്ട് പണം കൊടുക്കണം. ആ പണം കൊടുക്കാൻ സർക്കാരിൻ്റെ പൊതുവിലില്ല. പക്ഷെ ഉള്ള പണം പങ്കിടുമ്പോഴത്തേക്കും മുൻഗണന കൊടുക്കേണ്ട ഈ രണ്ട് വിഷയങ്ങൾ തുല്യ പ്രാധാന്യമുള്ളതാണ്: പെൻഷനും ഭക്ഷണവും മാവേലി സ്റ്റോറുകളും. ഇതാണ് CPIയുടെ അഭിപ്രായം. അല്ല, ഇന്ന പാർട്ടി ഇന്ന വകുപ്പൊന്നുമില്ല. ക്ഷേമ പെൻഷൻ ആരുടെ വകുപ്പാണ്? കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ വകുപ്പാണ്. മാവേലി സ്റ്റോർ ആരുടെ വകുപ്പാണ്? LDFിൻ്റെ വകുപ്പാണ്. അത് ഇന്ന പാർട്ടി ആ ചോദ്യമേ ഉദിക്കുന്നില്ല. ഏത് പാർട്ടിയായാലും ക്ഷേമ പെൻഷനും മാവേലി സ്റ്റോറിനും പണം കിട്ടണം. ഉള്ള പണം പങ്കിടുമ്പോഴത്തേക്ക് ഒന്നാം സ്ഥാനം അവർക്ക് കൊടുക്കണം. മുൻഗണന വേണം. ലെഫ്റ്റ് ആകണം. കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യാമായിരുന്നു. അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം, എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്?
അല്ല, വികസന രൂപസമത്തിൽ വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവല്ലേ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നർക്കിസിന്റെ തന്നെ സേവനം മാറ്റി പറയുന്നുണ്ട്, താങ്കളുടെ വിദേശ ബന്ധങ്ങളൊക്കെ അന്വേഷിക്കണം, കാരണം സ്പേസ് പ്രോജക്റ്റുകളൊക്കെ അട്ടിമറിക്കാനാണ് മിഷൻ പ്ലാൻ ചെയ്യുന്നത്. ഞാനും ഇന്ത്യയും ചിരിക്കും, എന്നെ എല്ലാവർക്കും അറിയാം, അയാളെ എല്ലാവർക്കും അറിയാം. വെറുതെ ആ കേസിന് എന്ത് സംഭവിച്ചു? കേസ് തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു, എനിക്കറിയില്ല, ഗൂഢാലോചനയാണ്, അത് ഇപ്പോഴും ഉണ്ടോ? ആരും കൂടെ നടത്തി? താങ്കളും സേവനവും മാത്യുവും പിന്നെ മറ്റേ ഒരാളും കൂടെ നടത്തിയ ഗൂഢാലോചനയുടെ അത് ശരി. അപ്പം എല്ലാ നിങ്ങളും പറയുകയാണ് ഞാൻ വിദേശക്കാരെ സഹായിച്ചെന്ന് നിങ്ങൾ തന്നെ പറയുന്നത്, ദൈവമനെ മറ്റ് ഞാനും ചേർന്നെന്ന് പറയുന്നത് ഇത്രയും വിശ്വസായിട്ടുള്ള ഒരു സ്കീമിങ്ങിൻ്റെ അടുത്ത് പോലും നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് കഴിവില്ല. എൻ്റെ ലോകമല്ലാതെ എൻ്റെ ലോകം ഇതാണ്. ഗവൺമെന്റിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് പല നല്ല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒരു പെർസെപ്ഷൻ മാനേജ്മെന്റിൽ വലിയ പരാജയമാണ് ഈ ഗവൺമെന്റ്. അങ്ങനെ തോന്നിയിട്ടുണ്ട് സാർ? ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ആ രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തുന്നില്ല, അതിന് പകരം ഒരുപാട് വിവാദങ്ങളിൽ പെട്ട് ഡേ 1 മുതൽ വിവാദങ്ങളിൽ പെട്ട് ഉഴലുകയാണ് ഈ ഗവൺമെന്റ്. ഒരു പെർസെപ്ഷൻ മാനേജ്മെന്റിൽ വലിയൊരു പരാജയമാണ് ഈ ഗവൺമെന്റ് എന്നാണ് പൊതുവെ തോന്നുന്നത്. ഗവൺമെന്റ് വിജയമാണ് ഈ ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് ഒരുപാട് പേർക്ക് വീട് കൊടുത്ത ഗവൺമെന്റാണ്, ഒരുപാട് ഫുഡ് കൊടുത്ത ഗവൺമെന്റാണ്. കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല, പെർസെപ്ഷൻ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഔട്ട് ഓഫ് പെർസെപ്ഷൻ അതൊക്കെ ഉണ്ടായത്. ഒരുപാട് പ്രതികൂലമായ സാഹചര്യത്തിലും പാവങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി ഒരുപാട് കാര്യം ചെയ്തു. അല്ലെ ലൈഫ് പദ്ധതി, ഭൂമി കൊടുത്ത കാര്യം, സ്കൂളുകളുടെ നിലവാരം ഉയർത്തിയത്, നമ്മുടെ ആരോഗ്യരംഗത്തുണ്ടായ മാറ്റം നല്ല ചെറിയ മാറ്റമാണോ? യു ഗോ ടു എനി ഹോസ്പിറ്റൽ, you go to any government schools, അവിടെ കൊണ്ടുപോയി അല്ല, ഇതെല്ലാം ഉണ്ടായത് ഔട്ട് ഓഫ് പെർസെപ്ഷനാണ്. LDFിൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള പെർസെപ്ഷൻസാണ് ഇതൊക്കെ ആയിട്ട് മാറിയത്. അതിൻ്റെ പക്ഷപാതിത്വമാണ്. സ്കൂളുകളെങ്ങനെ വേണം, സാധാരണക്കാരുടെ മക്കളുടെ സ്കൂളുകൾ എങ്ങനെ നിലവാരം ഉയർത്തണം, എങ്ങനെ നമ്മുടെ ആരോഗ്യരംഗത്ത് മാറ്റം വരുത്തണം, എങ്ങനെ ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കണം, എങ്ങനെ വീട് കൊടുക്കണം, ഇതെല്ലാം ഉണ്ടായത് ലെഫ്റ്റ് പെർസ്പെക്റ്റീവ് എന്നുണ്ടായതാണ്. ആ പെർസ്പെക്റ്റീവാണ് നേട്ടം മാറിയത്. പക്ഷെങ്കിൽ നമ്മൾ ഇത്രയും ദയനീയമായ ഒരു പരാജയം ഏറ്റുവാങ്ങുമായിരുന്നു സാർ. ഈ പറയുന്ന പോലെ ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിയിരുന്നെങ്കിൽ ഇതേപോലെ ഒരു സീറ്റിലേക്ക് കഷ്ടി ഒരു ജയത്തിലേക്ക് അതെല്ലാം കണ്ടുകൊണ്ടല്ല ജനങ്ങൾ വോട്ട് ചെയ്തത്. ജനങ്ങൾ വോട്ട് ചെയ്തത് അതിനപ്പുറത്ത് വേറെ പല ഘടകങ്ങൾ സ്വാധീനിക്കാൻ വേണ്ടി ഉണ്ടായി കാണും. ഈ അതിലൊരു ഘടകമായിരുന്നു മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം, അതിലൊരു ഘടകമായിരുന്നു. എനിക്ക് അറിയില്ല അതിനെപ്പറ്റി. മുഖ്യമന്ത്രിയെ പറ്റി ഞാൻ പറയാം, അത് മുഖ്യമന്ത്രിയുടെ മോളെ പറ്റി പറഞ്ഞ കാര്യം എനിക്കെന്താ? ഐ എം നോട്ട് പാർട്ടി ടു ഇറ്റ്. ആ ഒരു അലിഗേഷൻ ജനങ്ങൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്, അതായത് ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഇതിനൊരു കാരണമായിട്ടുണ്ടോ? അത് അല്ല, ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി എല്ലാത്തിനകത്തൊന്നും ജനങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരം കിട്ടണം, അത്രയേ ഉള്ളൂ. ആശയക്കുഴപ്പമായിട്ട് മാത്രം തള്ളിക്കളയാൻ പറ്റുന്നതാണോ ഒരു അത്ര മേജർ അലിഗേഷൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വരുമ്പോൾ? അല്ല, ലെറ്റ് ദ കൺസേൺ പീപ്പിൾ എൻക്വയറി അബൌട്ട് ദാറ്റ്, അത്രയേ ഉള്ളൂ. CPI ആവശ്യപ്പെടുമോ? അതിലൊരു ക്ലാരിറ്റി ആവശ്യപ്പെടുമോ? മറ്റേ എന്തിന്? അത് എത്തിക്കലി ലീഗലി കറക്റ്റ് ആയിരിക്കാം. അല്ല, മുഖ്യമന്ത്രി അല്ല, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനകത്തേക്ക് നോക്കൽ എൻ്റെ രാഷ്ട്രീയ ഘടനയല്ല, അത് മുഖ്യമന്ത്രി കുടുംബകാര്യമാണ്. മുഖ്യമന്ത്രിയെ പറ്റി സംസാരിക്കുക, അല്ല മുഖ്യമന്ത്രിയുടെ മോളെ പറ്റി, മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളെ പറ്റി പറഞ്ഞ കാര്യം ചർച്ച ഞാൻ കാണുന്നില്ല. നോട്ട് മൈ കൺസേൺ.